അവൾക്കൊരു ക്ഷീണവും ഇല്ല. നീ ആയിട്ടുണ്ടാക്കായിരുന്നാ മതി. എടാ, വാക്കുകൾ കൊണ്ടുപോലും ഒരാളെയും തളർത്തരുത്. ഒരാൾ ചാകാൻ കിടക്കുകയാണെങ്കിൽ പോലും ഇത് രോഗമേ അല്ല, ഈസി ആയിട്ട് രക്ഷപ്പെടുമെന്ന് ധൈര്യം കൊടുക്കുകയാ വേണ്ടത്. അതെങ്ങനെയാ? വലിയ പുസ്തകം വായിക്കണ്ടേ? ഏത് സമയത്തെങ്കിലും മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുകയല്ലേ? എടാ, വലിയ വലിയ മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ എടുത്ത് വായിക്കണം. എന്നാലേ ആരോട് എപ്പോൾ എന്ത് പറയണമെന്നുള്ള വിവരം ഉണ്ടാവും. പോ, നീ പുറത്തു പോയിരുന്ന് വായിക്ക്. ചെല്ല്. നീ ഇതൊന്നും കാര്യാക്കണ്ട. വളർന്നു വരാനുള്ള ആൺചെറുക്കനാ, മറ്റുള്ളവർക്ക് ആശ്വാസവും കരുതലുമാകേണ്ടവൻ. വാക്കുകൾ ഇപ്പോഴേ സൂക്ഷിച്ച് പ്രയോഗിക്കാൻ ശീലിപ്പിക്കണം. അല്ലാതെ കതിരിന്മേൽ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. കർക്കിടക പാതിരകളും ഇടവപ്പാതിയും മീനച്ചൂടും എന്റെ ആത്മവിശ്വാസത്തെ എപ്പോഴും വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. കഴുത്തു കൊയ്യാൻ നീണ്ട ആയുധങ്ങളുമായി വരുന്നവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടു നിൽക്കുന്ന ഗിരിരാജവർമ്മയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ ശത്രുക്കൾ പതറി വീണ ചരിത്രമേ ഉള്ളൂ. ഇഷ്ടമുള്ള വിനോദമെന്തെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: ശത്രു സംഹാരം. അഖില എനിക്ക് ഒത്ത എതിരാളിയാണ്. തൃച്ചംബരം നശിപ്പിക്കാതെ എന്റെ ജീവൻ അകാലത്തിലെങ്ങാനും പൊലിഞ്ഞാൽ ഗതി കിട്ടാത്ത പ്രേതം പോലെ എന്റെ ആത്മാവ് അലഞ്ഞു നടക്കും. സത്യം. അങ്കിൾ, ഞാൻ സ്പീക്കറിലിടാം. ഇത് വിലാസിന് വേണ്ടിയാ. അങ്കിളും കൂടെ കേട്ടോ. ഹലോ പ്രിയങ്കേ. പറയാണ്ടി. ഡോക്ടർ വന്നിരുന്നു. എന്നിട്ട് എന്തായി ആന്റി? ഔട്ട് ഹൗസിൽ പോയി കല്യാണിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ ഇങ്ങോട്ട് അഖിലയെ കാണാനാ വന്നത്. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? പറയത്തക്ക വല്ല വിശേഷം ഉണ്ടാക്കിയോ അവള്? അതെ, ഡോക്ടർ അഖിലയോട് സംസാരിക്കുന്നത് ഞാൻ ഒളിച്ചു നിന്നാ കേട്ടത്. അതുകൊണ്ട് എല്ലാം ഒന്നും വ്യക്തമായില്ല. ടെറസിൽ പോയി ഔട്ട് ഹൗസിലേക്ക് നോക്കിയിരിക്കുകയായിരിക്കും. പാവം. എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ സുഖം. ഇത് പിന്നെ അവിടെ പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എനിക്കും
എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ കാര്യമൊക്കെ പറയാതിരിക്കും വേണം. നീ എന്താ ഉറങ്ങിയില്ലേ? ഞാൻ സുബണ്ണന്റെ കൂടി കളഞ്ഞല്ലേ. സുബണ്ണ അച്ഛൻ വന്നു. സുബണ്ണ ഉറങ്ങിക്കോ. ശരി, ഉറങ്ങിക്കോളൂ. ഞാൻ വിളിച്ചേക്കാം. ഗുഡ് നൈറ്റ്. ഉറക്കം വന്നില്ല അച്ഛാ. മനസ്സിലെന്തോ ഒരു ഭാരം. അതൊന്ന് കുറയ്ക്കാനാ പാവം സുബണ്ണന്റെ കൂടി ഞാൻ കളഞ്ഞത്. അല്ല, അച്ഛനെന്താ ഈ ടൈമില്? മോനെ, അമ്മയെ മുറിയിലൊന്നും കാണുന്നില്ല. അമ്മയെ കാണാനില്ലെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതെ, ടെറസിലുണ്ടാവുന്ന കരുതി അവിടെ പോയി നോക്കി. അവൾ അവിടെയില്ല. അല്ല, ഇത് ഞാൻ ഒന്ന് വിളിച്ചോക്കാം. വേണ്ട, വിളിക്കണ്ട. മൊബൈല് റൂമിൽ വെച്ചിട്ടാ പോയെ. അച്ഛ പേടിക്കാനൊന്നുമില്ല. അമ്മ എവിടെ എവിടെയൊക്കെ കാണും. നമുക്ക് നോക്കാം. നീ അങ്ങനെ ചെറുതാവാനുള്ളവനല്ല. തച്ചമ്പരത്തെ ആരെക്കാളും വലിയ മനസ്സാണ് നിനക്കുള്ളത്. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ നിന്റെ ഉള്ളിലെ നന്മ എനിക്ക് വായിച്ചെടുക്കാം. എന്നെ തേടി വന്ന നിന്റെ ഭാര്യയില്ലേ നന്ദന, അവൾ നീ എന്ന തണൽ മരത്തിന്റെ കീഴിൽ എന്നും സന്തോഷവതിയായി തന്നെ ഇരിക്കും. തൃച്ചമ്പരത്തെ കെടാവിളക്കാണവൾ. നീ എന്ന പുണ്യം നിറുകെ സിന്ദൂരരേഖയായി ചാർത്തുന്ന കാലം വരെ ആ കെടാവിളക്കണയില്ല. നീ എന്നോട് ഒരു മോശവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിന്നോട് എനിക്കൊരു പരിഭവവും ഇല്ല. ഞാൻ ഒരു ചായ എടുക്കട്ടെ? ഏയ്, ചായ ഒന്നും വേണ്ട. ഓപ്പോളമോട് മനസ്സുറന്ന് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലാ ഭാരം കൊണ്ട് പോയ പോലെ. ഇഷ്ടാണെങ്കിൽ കുറച്ച് പൊടിയരിക്കഞ്ഞി എടുക്കട്ടെ? പൊടിയരിക്കഞ്ഞി ഉണ്ടാ? പൊടിയരിക്കഞ്ഞി മാത്രല്ല അനിയൻകുഞ്ഞെ, അനിയൻകുഞ്ഞിന് ഇഷ്ടമുള്ള ചുട്ടരച്ച ചമ്മന്തി കൂടി ഉണ്ട്. ചുട്ടരച്ച ചമ്മന്തിയാ? അപ്പൊ ഞാൻ പോയിട്ടേ നന്ദനായിട്ട് വരാം. ദേ, അതിനു മുമ്പ് തീർത്തേക്കരുന്ന ആ തടിയോടൊന്ന് പറഞ്ഞു കിട്ടാ. എന്നാ മാഡം, ഞാനങ്ങോട്ട്. എന്താ മാഡം പോലീസൊക്കെ? അയ്യോ ചേച്ചി, പോലീസ്! അയ്യോ, നമ്മുടെ ആനന്ദിന് ഇനിയിപ്പോ എന്തെങ്കിലും. ഞാൻ രാജശേഖരൻ തമ്പി, DYSP ആണ്. എന്നെ മാഡത്തിന് നന്നായിട്ട് അറിയാം. തൃച്ചംബരത്ത് ഇന്നു വരെ വന്ന ഒരു പോലീസുകാരനും കാശ് ഇതുപോലെ കവർന്നെടുത്ത് പോയിട്ടില്ല. ഞങ്ങൾ ദാനം കൊടുത്തിട്ടേ ഉള്ളൂ. ബട്ട് യു ക്രോസ്ഡ് ദ ലിമിറ്റ്. മറ്റൊരാളിൽ നിന്ന് അച്ചാരം വാങ്ങി അഖിലാണ്ടേശ്വരിയെ തോൽപ്പിക്കാമെന്ന വ്യാമോഹം നടക്കില്ലത്. നടന്ന ചരിത്രമില്ല ഇതുവരെ. താൻ ഉപ്പ് തിന്നു, ഇനി വെള്ളം കുടിക്കാനാണ് വിധി. And you just get lost. അന്ന് മാഡം എനിക്ക് കൽപ്പിച്ചു തന്ന സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. സാറേ ഇരിക്കും. എന്താ സാർ ഇപ്പൊ ഇങ്ങോട്ട്? എന്തെങ്കിലും കാര്യമില്ലാതെ എനിക്ക് തൃച്ചംബരത്തേക്ക് വന്ന് നിങ്ങളെ മുഖം കാണിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്താ നീങ്കൂട്ടാ? എന്താ കാര്യം? നീ എന്തിനാ കിതയ്ക്കുന്നേ? എന്താ കാര്യം?
ചേച്ചി തൃച്ചംബരത്ത് തൃച്ചംബരത്ത് ചേച്ചി തൃച്ചംബരത്ത് പോലീസ് വന്നിരിക്കുന്നു. എന്റെ വിളപ്പുറത്തമ്മേ ചതിച്ച ഈശ്വര, എന്റെ എന്തെങ്കിലും. ചേച്ചി കരയില്ലേ ചേച്ചി? അതൊന്നും ആയിരിക്കില്ല ചേച്ചി. ചേച്ചി വിഷമിക്കാതെ. എന്റെ ഈശ്വര, എന്താ ഇവിടെ ഒരു ബഹളം? ഇവളെന്തിനാ നിലവിളിക്കുന്നത്? ഇവിടെ ആരെയും ചത്തോ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെ ഉണ്ടായെന്ന്? ഒപ്പളമേ തൃച്ചംബരത്ത് ഒരു ജീപ്പ് നിറയെ പോലീസ് വന്നിരിക്കുന്നു. അതിന് ഇവൾക്കെന്താ? കരയാടി. ഓ, നിന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് കരുതിയായിരിക്കും കരയുന്നത്. അവനൊന്നും വരില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഈ സമയത്ത് തൃച്ചംബരത്ത് പോലീസ് വരില്ല. എന്തോ പ്രശ്നമുണ്ട്. കല്യാണി, ഭാര്യയെ ചോദ്യം ചെയ്യുമ്പോ സ്നേഹസമ്പന്നനായ ഏതൊരു ഭർത്താവിനും ഉണ്ടാകുന്ന ചേതോവികാരമാണ് താങ്കൾ പ്രകടിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് അഖില മാഡത്തിൽ നിന്നുമാണ്. ആനന്ദകൃഷ്ണൻ എവിടെ? സർ, ആനന്ദ് കൃഷ്ണൻ എന്റെ മകനാ. അവൻ എവിടെ പോയി എന്നറിയാതെ വിഷമിച്ച് തീ തിന്ന് കഴിയുന്ന ഒരു അമ്മയാ ഞാൻ. വികാരപ്രകടനങ്ങൾക്ക് മുന്നിൽ പോലീസ് അലിയില്ല മാഡം. കാരണം ഞങ്ങൾ അന്വേഷിക്കുന്നത് ക്രൈമാണ്. കുറ്റം ചെയ്തവരെ ഏതു മാർഗം സ്വീകരിച്ചും കണ്ടെത്തണം. അവരെ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ ഹാജരാക്കണം. ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി അതാണ്. കണ്ണീരുകൊണ്ട് ചെയ്ത കുറ്റം നിങ്ങൾ കഴുകിക്കളയാമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ പ്രമാദമായ ഒരു കേസ് വന്നാൽ ഞങ്ങൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷന് വെറുതെ ഇങ്ങ് വന്ന് കയറുകയല്ല സാർ ചെയ്യുന്നത്. കേസ് നടക്കുന്ന സ്ഥലത്തെ എല്ലാ ഹിസ്റ്ററികളും ഞങ്ങൾ സ്റ്റഡി ചെയ്യും. ഒരു കുറ്റകൃത്യം ഉണ്ടാവാൻ തക്കതായ മോട്ടീവ് അവിടെ ഉണ്ടോ എന്നതുൾപ്പെടെ. തൃച്ചംബരത്തെ വേലക്കാരിയെ വിവാഹം കഴിച്ചുകൊണ്ട് മകൻ കയറി വന്നപ്പോ ആ മകനെ ആട്ടി പുറത്താക്കിയതാണ് നിങ്ങളുടെ ഈ ഭാര്യ. പരാതിയിൽ പറയുന്ന പ്രകാരം സ്വന്തം മകനെ പടിയടച്ച് പിണ്ടം വയ്ക്കാൻ വരെ അഖില മാഡം തയ്യാറായിരുന്നു. ഹിന്ദു ആചാരമനുസരിച്ച് പടിയടച്ച് പിണ്ടം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം നടത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന അമ്മ മകനെ കൊല്ലാൻ വരെ മടിക്കില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? പ്ലീസ്. എന്റെ മകൻ, അവനെ ഉദരത്തിൽ ഞാൻ അറിഞ്ഞതു മുതൽ ഇന്നു വരെ എന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കേ അറിയൂ. മകൻ എന്താണെന്ന് പ്രസവിച്ച സ്ത്രീകൾക്ക് മാത്രമേ അറിയൂ. ഹേബിയസ് കോർപ്പസ് അടിച്ചു തന്നവർക്ക് അതറിയില്ല. ഞാൻ നൊന്തു പ്രസവിച്ച എന്റെ പൊന്നുമോനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവനെ തിരിച്ചു തരണമെന്ന് കാണിച്ച് എന്തുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കെതിരെ ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തില്ല? അവൻ എന്നിൽ നിന്ന് അകന്നിട്ട് നാളുകളായിട്ട് അവളുടെ കൂടെയായിരുന്നു. അവൻ എവിടെയെന്ന് അവളോട് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലേ? അവനെ കാണാതായിട്ട് ഇന്നാണോ പോലീസ് പരാതിപ്പെട്ടത്? ആരാ പരാതിക്കാരൻ? എനിക്കൊന്നും അറിയില്ല. അതെ, നിനക്കൊന്നും അറിയില്ല. നിനക്കെന്നല്ല, ആർക്കും ഒന്നും അറിയില്ല. തൃച്ചംബരത്ത് പോലീസ് വന്നെങ്കിൽ അതിന്റെ കാരണം എനിക്കറിയാം. കാരണം ഞാൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിട്ടാ പോലീസ് വന്നത്.
ഓ, ചേച്ചിക്ക് അനിയൻ അറിയില്ലായിരിക്കും അതെന്താണെന്ന്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ പണവും സ്വാധീനമുള്ളവരോട് കളിക്കുമ്പോൾ നീതി കിട്ടാനുള്ളൊരു മാർഗമാണ്. അതേടി, നിന്റെ ഭർത്താവിനെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു. നിനക്കവന് വിട്ട് കിട്ടണമെന്ന് പറഞ്ഞ് സമർപ്പിച്ച റിട്ടാണ്. ഇനി കളി മാറും. അമ്മയോടുള്ള അമിത സ്നേഹം കൊണ്ട് മകൻ കളിച്ചതാണോ, അതോ അമ്മയും മകനും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളിയാണോ ഇത്? എല്ലാം പോലീസ് ഇപ്പോൾ കണ്ടെത്തും. ഒടുവിലിതാ സ്വന്തം മകനെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുക. അപമാനത്തിന്റെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു കല്യാണി. ആനയും അമ്പാരിയും ഉണ്ടായിരുന്നിട്ട് പോലും ഒരു വേലക്കാരി പെണ്ണിന്റെ കരുനീക്കം കണ്ടുപിടിക്കാനായില്ലല്ലോ ആർക്കും. എത്തിയല്ലോ ശകുനിയുടെ തന്ത്രമറിയാവുന്ന ആള്. എന്താ അവളെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു അല്ലേ? അയ്യോ, പ്രിയങ്ക അതെങ്ങനെ? ശ്രീനി വിളിച്ചിരുന്നു. പ്രിയങ്ക അവൾക്കറിയാം ആനയെ പിടിച്ചു നിർത്താൻ മൂക്കുകാരല്ല വേണ്ടതെന്ന്. പെട്ടില്ലേ എല്ലാം. മുറിവേറ്റ പെൺമനസ്സിന്റെ പ്രതികാരോ ഇതൊക്കെ. പക്ഷേ അവിടെ നിങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കി മാറ്റി എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. എന്റെ അത്ഭുതവും സംശയവും അതൊന്നുമല്ല പ്രിയങ്ക. അന്ന് സ്റ്റേ ഓർഡർ കരസ്ഥമാക്കാൻ കോടതിയെ സമീപിച്ചത് അവളുടെ ബുദ്ധിയൊന്നും ആയിരുന്നില്ല. അവൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അരവിന്ദും നന്ദനയും ചേർന്ന് അത് ചെയ്യിച്ചത്. അതുപോലെ ഒരു ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുക്കാനൊന്നും അവൾക്കറിയില്ല. അഖിലയ്ക്കെതിരെ ആയതുകൊണ്ട് അരവിന്ദോ നന്ദനയോ ഇതിന് പിന്നിലുണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല. പിന്നെ ആര്? ഇനി മറഞ്ഞിരിക്കുന്ന ആനന്ദ് തന്നെയാണോ ഇതിന് പിന്നിലെന്നായി എന്റെ സംശയം. കല്യാണി, എന്റെ ബ്രോയുടെ തിരോധാനത്തിന് പിന്നിൽ അമ്മയുണ്ടോന്ന് ഞാനും സംശയിക്കുന്നുണ്ട്. എന്തിന്? എന്റെ അച്ഛന് പോലും സംശയമുണ്ട്. എന്തുകൊണ്ട് ഞങ്ങളൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തില്ല? അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഞങ്ങൾ മുൻകൂട്ടി കണ്ടു. ബ്രാൻഡ് അംബാസിഡർക്കെതിരെയുള്ള സ്റ്റേ ഇല്ലാതാക്കാനെ ഞാനും നന്ദനയും കൂടി കല്യാണിയെ കൊണ്ടൊരു പേപ്പറിൽ സൈൻ ചെയ്ത സ്റ്റേ ഇല്ലാതാക്കിയതിനെ ബ്രോയുടെ കയ്യ കരണത്ത് പതിഞ്ഞത് ഓർമ്മയുണ്ടോ കല്യാണിക്ക്? അമ്മയ്ക്കെതിരെ അങ്ങനെ ഒരു നീക്കം രഹസ്യമായി നടത്തിയതിന്റെ ഒരു ശിക്ഷയായിരുന്നു അത്. അമ്മയ്ക്കെതിരെ രഹസ്യമായിട്ടൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാൻ മാത്രം കല്യാണി വളർന്നു. ഇന്ന് വരെയുള്ള എന്റെ ധാരണകൾ മുഴുവൻ തെറ്റാ. ഇല്ല കുഞ്ഞ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യില്ല. എന്നെ തൃച്ചംബരത്തെ മരുമകളായി വലിയ ഭാര്യയായും അംഗീകരിക്കാത്തതില് എനിക്ക് ഒരു വിഷമവും അഖില മേഡത്തിനോട് തോന്നിയിട്ടില്ല. ഇന്നുവരെ ഞാൻ അഖില മേഡത്തിനെതിരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്റെ പ്രാർത്ഥനകളിൽ ആദ്യം വരുന്ന പേര് അഖില മേഡത്തിന്റെ. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്നേഹത്തിന്റെ കാര്യത്തിലും കോടീശ്വരി എന്റെ അമ്മ. കോടതി ഉത്തരവായിട്ടുള്ള പേപ്പറിൽ കല്യാണി നൽകിയ ഹർജി എങ്ങനെ കള്ളമായിട്ട് വരും? വാദി കല്യാണിയാണ്. കുഞ്ഞ്, ഞാൻ അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ല. ഇവിടെ ഓപ്പോളമ്മ ചെയ്തതാ അത്. കല്യാണിയുടെ അറിവോ സമ്മതമോ ഒപ്പോ ഇല്ലാതെ എങ്ങനെ ഒരു റിട്ട് നേടിയെടുക്കാനാവും? കല്യാണി കള്ളം പറയില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇല്ല, എനിക്ക് ആ കല്യാണിയുടെ മാറ്റാ ഞാൻ ആലോചിക്കുന്നത്. കൊടുതുണിക്ക് മറുതുണിയില്ലാതെ തൃച്ചംബരത്തേക്ക് വന്നു കയറിയ പെണ്ണ. ദാസേട്ടന്റെ മോളല്ലേ എന്ന് വിചാരിച്ച് ചേച്ചി അവർക്ക് ജോലിയും കൊടുത്തു. അത് മാത്രോ, ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസിഡർ വരെ ആക്കി മാറ്റിയില്ലേ ചേച്ചി? കൈ നിറയെ പണം വന്നപ്പോ അവള് സ്വയം മറന്നു. വളർത്തിയവരെയും കൈപിടിച്ചുയർത്തിയവരെയും ഒക്കെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ പാകപ്പെട്ടു പോയവള്. മരയോന്ത് പോലും ഇത്രയ്ക്ക് നിറം മാറില്ല ചേച്ചി. ചേച്ചിയുടെ കരളം പറിച്ചോണ്ട് പോയതും പോരാഞ്ഞ് ഇന്ന് അവള് ചേച്ചിക്കെതിരെ അങ്ങ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. അത് ഹേബിയസ് കോർപ്പസ്.
ഈശ്വരാ, ഇവക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നോ എന്തോ. അമ്മ സ്വന്തം മകനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്ര. ചേച്ചി പറഞ്ഞതുപോലെ അമ്മമാരും സ്വന്തം മക്കളെ ജീവരക്തത്തിലൂടെ അന്നമൂട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കും 10 മാസം. ആ തടവറയിൽ നിന്നും പുറത്തു വന്ന ഇവരൊക്കെ അങ്ങ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി നേടിയെടുത്താലും ആ ബന്ധം ഇല്ലാതാകില്ല. അതല്ലേ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിന്റെ ആഴം പോലും മനസ്സിലാക്കാതെ അവളുടെ ഒരു ഹേബിയസ് കോർപ്പസ്. എല്ലാം അപ്പ തന്നെ ഞാൻ അറിയുന്നു. ഭഗവാനോട് പ്രാർത്ഥിക്കാനും ഇവിടെ വന്ന് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനുമല്ലാതെ എന്റെ കയ്യിൽ മറ്റു പോംവഴികളൊന്നുമില്ല. അസ്വസ്ഥരായിരിക്കുന്നവരോട് നിരന്തരം ഊരുവിടുന്ന ആശ്വാസവാക്കുകൾ ചിലപ്പോ ആശ്വാസമേകില്ലെന്നും വന്നേക്കാം. ഒന്നിന് പുറകെ ഒന്നായി തുടരെ തുടരെ പ്രശ്നങ്ങളാണ് ഗുരുജി. ഒന്നിനും ഒരു സമാധാനമില്ല. സമചിത്തതയാണ് വിജയവാതിലിന്റെ താക്കോൽ. ഏതു സന്തുഷ്ട ജീവിതത്തിലും കാണും തെല്ല് കൂരിട്ടിട്ട്. ദുഃഖം കൊണ്ട് സന്തുലിതമല്ലെങ്കിൽ സന്തോഷമെന്ന വാക്കിന് അർത്ഥമില്ലെന്നതാണ് ശരി. കാര്യങ്ങളൊക്കെ വരും പോലെ വരട്ടെ. അവയെ ക്ഷമയോടെയും സമചിത്തതയോടെയും നേരിടും. നമസ്കാരം ഗുരുജി. വിലാസിനെ, ഗുരുജി വന്നിരിക്കുന്നെന്ന് അഖിലയോട് പറയാം. ശരി ശിവരാമേട്ട. ആനന്ദിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല ഗുരുജി. ആനന്ദിനിപ്പോ യമകണ്ഠ കാലമാണ്. ഗ്രഹണം അനിവാര്യം. ചിലതൊക്കെ അന്ധകാരത്തിൽ മറയ്ക്കപ്പെടും. അത് കാലഹിതം. വസന്തവും ശിശിരവും ഹേമന്തവും ഗ്രീഷ്മവുമൊക്കെ മാറി മാറി വരുന്നതുപോലെ മനുഷ്യജീവിതത്തിനും അവസ്ഥാന്തരങ്ങളുണ്ട്. മറ്റെല്ലായിടത്തുമുള്ളതുപോലെ തന്നെ തൃച്ചംബരത്തിനുമുണ്ട് പ്രശ്നങ്ങൾ. എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാനൊക്കുന്നില്ല. ശാന്തിയോ സമാധാനമോ ഇല്ലാതായിട്ട് നാളുകളായി. ഋഗ്വേദത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയും: അസ്വസ്ഥ ദേവതയെ അകന്നു പോകൂന്ന്. അകന്നകന്ന് അങ്ങ് അകലങ്ങളിൽ ചെന്നിട്ട് അഷ്ടദിക്പാലകരിൽ ഒരാളായ നിര്യതയോട് പറയണം, വളരെയുണ്ട് ജീവിച്ചിരിക്കുന്നവന്റെ മനസ്സിലെന്ന്. ഇപ്പോ നമ്മുടെ മനസ്സുകളെ പോലും തകർത്തു കളയുന്ന അവസ്ഥയിലേക്ക് ദശാസന്ധി തകിടം മറിഞ്ഞിരിക്കുന്നു. അനുഭവിക്കാതെ തരമില്ല. ഗുരുജി, പ്രശ്നപരിഹാരത്തിന് വല്ല പൂജയോ ഹോമങ്ങളോ? അതിന് നവഗ്രഹ പൂജയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. മനസ്സ് ഭഗവത് സന്നിധിയിൽ തന്നെ സമർപ്പിക്കുക. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ആരെയാണ് ഇത് കണിയേണ്ടത്? ഏതായാലും എന്നെയല്ല. കാര്യം ഞാൻ മുഖം മൂടി പൊതിച്ചാ കിടന്നുറങ്ങുന്നത്. അതുമാത്രമല്ല, എന്നെ കണ്ട ഭക്ഷണപ്രിയവും പരസ്പര സ്നേഹവുമാണ് ഫലം. അയ്യോ, പരസ്പര സ്നേഹത്തിന്റെ ഒരാള്. ഭക്ഷണമായിട്ടുള്ള പരസ്പര സ്നേഹം ആയിരിക്കും. അതെ, കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത് ആന്റിയുടെ ഇന്നത്തെ കണി ശരിയല്ലാന്ന്. ഇന്ന് ആരെ ആന്റി കണിയേണ്ടത്? വേറെ ആരെയാ? ആ ഗുരുജിയെ തന്നെ. ആഹാ, നേരം വെളുത്തപ്പോ അയാൾ ഇങ്ങോട്ട് വന്നോ? എന്നിട്ട് എന്തു പറഞ്ഞു അയാള്? വല്ല പൂജയും കൂടി പറഞ്ഞു അയാള്? അതോ ആനന്ദേട്ടൻ എവിടെ ഉണ്ടെന്ന് ഗണിച്ചു പറഞ്ഞോ? അതൊന്നുമല്ല, ഇനിയും എന്തോ ദുരന്തം തൃച്ചംബരത്തുണ്ടാകാൻ പോകുന്നു. ഇയാൾ എന്താ ആന്റി ദുരന്തങ്ങൾ പ്രവചിക്കാൻ മാത്രമാണ് തൃച്ചംബരത്തേക്ക് വരുന്നത്? വാ തുറന്നാ ഒന്നുകിൽ പൂജ, ഇല്ലെങ്കിൽ ദുരന്തം.
ആന്റി നോക്കിക്കോ, ആ പോലീസുകാരെങ്ങാനും എന്നെ ചോദ്യം ചെയ്താ ആനന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയത് ഇയാളാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊന്നുമല്ല. ആ ഗുരുജി പറയുന്നതൊന്നും പാഴാകാറില്ല. കല്യാണിയാണ് തൃച്ചംബരത്തെ മൂത്ത മരുമകളായി വരാൻ പോകുന്നതെന്ന് ആദ്യം പ്രവചിച്ചത് ഗുരുജിയാ. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ നുള്ളിക്കളയാൻ പറ്റില്ല. ആന്റി, എന്നെ കൂടി പേടിപ്പിക്കാതെ. ചില കാര്യങ്ങൾ പേടിക്കേണ്ടതായി തോന്നിയാ പേടിക്കണം. ആ പേടി ഉണ്ടെങ്കിലേ അതിനെ നേരിടാൻ നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ പറ്റൂ. ദുരന്തം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതനുസരിച്ച് മുൻകരുതൽ എടുക്കാൻ പറ്റൂ. ന്യായമായ ചോദ്യം. ഏതായാലും എനിക്കും നിനക്കും അല്ല എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്, മറ്റു 3 പേർക്ക്. ആരൊക്കെയാ? ആനന്ദ്, അഖില, ശിവരാമൻ. നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ ആ പാവസുത കാലുപുരി പോയി. അവൾ പ്രാർത്ഥിക്കുന്നു. എടി, മരിച്ചവരെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പരാതിയും പരിഭവവും സങ്കടങ്ങളും പറഞ്ഞാൽ അവരുടെ ആത്മാവിന് പോലും മോക്ഷം കിട്ടില്ല. വാവുകൾ തോറും എള്ളും പൂവും ഉണക്കലരിച്ചോറും സമർപ്പിച്ച് ആത്മാക്കൾക്ക് ബലിയർപ്പിച്ചാൽ മാത്രം പോരടി. ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാത്തത് മരിച്ചിട്ട് കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഉടൽ വിട്ടുപോയ ആത്മാവിന് ഈ മണ്ണുമായിട്ട് ഒരു ബന്ധവുമില്ല, വിണ്ണിലേ ഉള്ളൂ. അത് പരമാത്മാവുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് ചത്തു കഴിഞ്ഞ പാവത്തിന് ഇങ്ങനെ ശല്യം ചെയ്യരുത്. കൊള്ളാം ശ്രേയേട്ടാ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അടുത്ത 1 മാസത്തെ ബിസിനസ് നീക്കങ്ങൾക്ക് ചെക്ക് വെക്കാൻ ഇത് തന്നെ ധാരാളം. പൂർണ്ണമായും അങ്ങനെ അങ്ങ് കരുതണ്ട. കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ബിസിനസ് പ്രോജക്ടുകൾ തെരഞ്ഞെടുക്കാനും നിലവിൽ ഉദ്ദേശിച്ച പ്രോജക്ടുകൾ മാറ്റിവെക്കാനും ഒക്കെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് നിമിഷ നേരം മതി. പിന്നെ ഒരു കാര്യം, നമ്മൾ തിരിവെന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്ന അരവിന്ദനും ചിലപ്പോ ബിസിനസ് കാര്യങ്ങളിൽ അതിബുദ്ധിയാണ്. എന്റെ തോന്നലാണോന്നറിയില്ല. പലപ്പോഴും അവൻ എന്നെ അങ്ങനെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അത് ശ്രീയേട്ടന്റെ വെറും തോന്നലല്ല ശ്രേയേട്ടാ, അവനിലൊഴുകുന്ന രക്തത്തിന്റെ ഗുണം. എപ്പോഴും അത് മറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ, ചിലപ്പോഴൊക്കെ അത് പ്രകടമായെന്നും വരും. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ. ചിലപ്പോ ഇതൊരു വജ്രായുധമായി മാറിയാലോ. ഡിവൈഎസ്പി വലവീശി തുടങ്ങി അല്ലേ പ്രിയങ്ക? അതെ ശ്രേയേട്ടാ, വെറും വലവീശലല്ല, ആഴക്കടൽ മത്സ്യത്തെ കുടുക്കാനുള്ള വലവീശൽ. പക്ഷേ ആ വലവീശൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നതാണ് അതിന്റെ പ്രത്യേകത. പ്രിയങ്ക, നിന്നെ ഒറ്റയ്ക്ക് കാണുമ്പോ ചോദിക്കണമെന്ന് ബാക്കി വെച്ച ഒരു ചോദ്യമുണ്ട് എനിക്ക്. അതെന്താ ശ്രേയേട്ടാ അങ്ങനെ ഒരു ചോദ്യം? ആനന്ദ് ഏതാണ്ട് കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മളറിയാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ വരെ അടഞ്ഞുപോകും. അപ്പോ ശ്രീയേട്ടന് വർമാങ്കിളിനെ സംശയമുണ്ടെന്നർത്ഥം? അതെ, അദ്ദേഹത്തെ മാത്രമല്ല ഗംഗയെയും. എന്താ പോലീസ് ഇവിടെ? ആനന്ദകൃഷ്ണന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്നതാ. ഒരാളെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുത്തവന്റെ മാളത്തിലേക്കല്ല അന്വേഷിച്ചു വരേണ്ടത്. എവിടെ എങ്ങനെ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. പരാതിക്കാരന്റെ പത്തായത്തിലല്ല മച്ചുംപുറത്ത് വേണമെങ്കിലും ഞങ്ങൾ കയറി അന്വേഷിച്ചിരിക്കും. നിന്നെ ഉപദ്രവിച്ചോ മോനെ ഇയാള്? പത്തായത്തിലോ മച്ചുംപുറത്തോ അതോ ആകാശത്തിൽ ഏണി വെച്ച് വേണമെങ്കിൽ കയറി അന്വേഷിച്ചോ. പക്ഷേ അതിനൊക്കെ ഒരു നിയമമുണ്ട്. മതി മതി, അന്വേഷണത്തിന് തടസ്സമുണ്ടാക്കിയ വകുപ്പ് വേറെയാ. നിയമത്തിന് പ്രായവും പക്വതയൊന്നുമില്ല. ആരാ ഏമാനോട് നിയമത്തിന് പ്രായവും പക്വതയില്ലാന്ന് പഠിപ്പിച്ചത്? പ്രായം ഉണ്ടോ? പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് രക്ഷകർത്താക്കളുടെ അനുവാദം വാങ്ങി അവരുടെ കൺമുൻപിൽ വെച്ചായിരിക്കണം ചോദ്യം ചെയ്യേണ്ടത്. മാത്രമല്ല, കുട്ടിയുടെ മനസ്സിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാടില്ല. കുട്ടിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ തൊപ്പി ഒരു വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും.
നിങ്ങളെന്നെ നിയമമൊന്നും പഠിപ്പിക്കണ്ട. നിങ്ങളോ? നീ ഇങ്ങനെ ആകെ തകർന്നാലോ അരവിന്ദ്? എന്തിനാ ഇതിനെ നമ്മൾ നേരിട്ടല്ലേ പറ്റൂ? റോയെ നമ്മൾ എവിടുന്ന് കണ്ടെത്തു സുബോണ? ഇക്കാലം അത്രയും ഞാൻ ഒരു ടെൻഷൻ അനുഭവിച്ചിട്ടില്ല സുബോണ. ഏതൊരവസ്ഥയും നിസ്സാരമായിട്ട് മറികടന്നത് പരിഹരിക്കാൻ ഒരു അധികായനെ പോലെ ബ്രോ ഉണ്ടായിരുന്നു കൂടെ. വിഷമിക്കാതെ അരവിന്ദ്, ഞാനിപ്പോഴും ഉറച്ച വിശ്വാസത്തോടെ പറയുന്നു, ആനന്ദിനൊന്നും പറ്റില്ല. അവനിങ്ങ് വരും. കേസിന്റെ കാര്യമാണെങ്കിൽ അത് കൈവിട്ടു പോകുന്ന ലക്ഷണം സുബോണ. എനിക്കറിയാം. ആ DYSP പണ്ട് കള്ളനോട്ട് വെച്ച് നിന്നെ കൊടുക്കാൻ നോക്കിയതല്ലേ? അതെ. ആ കേസില് അമ്മ കുറച്ചു നാളായുള്ള സസ്പെൻഷനിൽ നിർത്തി. അയാളിപ്പോ അതിന്റെ പകയോടും തീർക്ക. അതുകൊണ്ടാ എനിക്ക് സംശയം ഇപ്പോഴിതിന്റെയൊക്കെ പിന്നിൽ പ്രിയങ്ക ഉണ്ടോന്ന്. ദാസേട്ടന്റെ ഓപ്പോളില്ലേ ഇവിടെ? ഇല്ല, അക്ഷയ സെന്റർ വരെ പോയിരിക്കുക. അനിയൻ കൊണ്ടുന്ന ആധാർ കാർഡ് എടുക്കാൻ. നന്നായി. മേഡം ഇരിക്കേ. ഉപചാരങ്ങളൊന്നും വേണ്ട. കുടിക്കാൻ എന്തെങ്കിലും? നീ എനിക്ക് വിഷം തരില്ലെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? മാഡം, അന്നൊരു രാത്രിയിൽ നിന്റെ ഭർത്താവിനെ തിരക്കി നീ തൃച്ചംബരത്ത് വന്നപ്പോഴും നിന്റെ മുഖത്തൊരു ദൈന്യതയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഉള്ളിലെ പിശാചിനെ മറച്ചുവെച്ച് നീ എന്റെ മുന്നിൽ വിധേയത്വം അഭിനയിക്കുന്നു. ആധാർ കാർഡ് എത്ര സ്കാൻ ചെയ്താലും കാർഡിന്റെ ഉടമയുടെ മനസ്സ് നമുക്കറിയാൻ കഴിയില്ല. അതുപോലെ ചില മനുഷ്യരുടെയും. നീ ഇപ്പൊ ഭാര്യ മാത്രം. ഭാര്യ ഒരു രക്തബന്ധമല്ല. പക്ഷേ ആ ഭാര്യയാണ് എല്ലാ രക്തബന്ധങ്ങളുടെയും തുടക്കം, അടിസ്ഥാനം. മാഡം, ദേവി, ഇത് ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കണം. ഈ കേസിന്റെ കാര്യമൊന്നും ഞാൻ അറിഞ്ഞതല്ല. എനിക്കറിയില്ല. അതൊക്കെ ഞാൻ അറിയാതെ. വേണ്ട. നീ നിരപരാധിയാവാൻ നോക്കണ്ട. മാഡം, കല്യാണി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാ ഞാൻ മാഡത്തിനോട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും സ്നേഹ കൂടുതല് വല്യുവിനോടാണോ മാഡത്തിനോടാണോന്ന് ചോദിച്ച ഒരല്പ സ്നേഹ കൂടുതല് മാഡത്തിനോടാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത് ഞാൻ 100 വട്ടം കേട്ടതാ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ വന്നത് അപേക്ഷിക്കാനാ. ദിവസങ്ങളായി ഞാൻ എന്റെ മകനെ കണ്ടിട്ട് എന്റെ ഉള്ളൊരുകുകയാ. എന്റെ കുഞ്ഞിനെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി പോവും. എനിക്കവനെ ഒരു പ്രാവശ്യമെങ്കിലും കാണിച്ചു തരണം. ഒരേ ഒരു പ്രാവശ്യം. സർക്കാർ രേഖകളിൽ അവരിപ്പോ മിസ്സിംഗ് ആയ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാണ്. ഹിന്ദു വിവാഹ നിയമപ്രകാരം നിങ്ങളുടെ മകൻ താലി കെട്ടിയ പെണ്ണ്. എന്താ ഇൻസ്പെക്ടർ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതെ സർ, കല്യാണി ആനന്ദകൃഷ്ണന്റെ ഭാര്യ തന്നെയാണ്. കേട്ടില്ലേ? പഴയ പകയുടെ കണക്ക് തീർക്കാനുള്ള സമയമല്ലത്. മകനെ കാണാതെ തളർന്നിരിക്കുന്ന ഞങ്ങളെ വീണ്ടും മാനസികമായി തളർത്താൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇത് തൃച്ചംബരമാണെന്ന് DYSP ഓർക്കുന്നത് നന്നായിരിക്കും. കൊള്ളാം. കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയെന്ന വകുപ്പ് ചുമത്താൻ ഈ ഒരു കാര്യം മാത്രം മതി. അന്വേഷണ ഉദ്യോഗസ്ഥനെ പേടിപ്പിക്കുക. ഭീഷണി വേണ്ട. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ലീഗൽ അഡ്വൈസർമാരായി ശമ്പളം വാങ്ങുന്ന വക്കീലന്മാരുടെ എണ്ണം 44. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമത്താവുന്ന വകുപ്പുകളെല്ലാം ചുമത്തിയിട്ട് DYSPക്ക് പോവാം. പണ്ട് മഹാതാപസനായ ഭൃഗു മഹർഷി
സന്താനഭാഗ്യത്തിനു വേണ്ടി ഭഗവാൻ ശിവനെ തപസ് ചെയ്തു. ഭഗവാൻ ഏറെ താമസിയാതെ മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. അല്പായുസും ബുദ്ധിമാനുമായ മകന് വേണോ, ദീർഘായുസും അല്പബുദ്ധിയുമായ മകന് വേണോ എന്ന് ചോദിച്ചു. മഹർഷി ആവശ്യപ്പെട്ടത് അല്പായുസും ബുദ്ധിമാനുമായ മകനെയാണ്. എവിടെ? എന്റെ മുന്നിൽ ഒരു ഭഗവാനും പ്രത്യക്ഷപ്പെട്ടില്ല. ഞാൻ ആരോടും അല്പായുസുള്ള മകനെ വരവായി ചോദിച്ചിട്ടുമില്ല. ചോദിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. എനിക്കൊരു ഉത്തരം തരണം. എന്റെ മോനെ കാണാനില്ല. അവനെവിടെ? ആനന്ദിന്റെ മിസ്സിംഗിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? അവനെ ഞാനറിയാതെ നീ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അഖില, എല്ലാ ദുരന്തങ്ങളുടെ പിന്നിലും ഒരു നിമിഷത്തെ നശിച്ച ചിന്തയുടെ കണക്ക് പറയാനുണ്ടാവും. ചിലർ അതിന് അഭിമാനമെന്നോ ദുരഭിമാനമെന്നോ അഹന്തയെന്നോ പ്രതികാരമെന്നോ ഒക്കെ പല പേരിട്ട് വിളിക്കും. തെറ്റ് ചെയ്തവർ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ ഒരുപക്ഷെ ആ തെറ്റുകളെല്ലാം മറന്ന് ചേർത്ത് പിടിക്കും നമ്മൾ. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ഹലോ. എന്റെ പേര് കേൾക്കുമ്പോ സ്വാഭാവികമായും ഒരു അപ്രിയം തോന്നിയേക്കാം. പക്ഷേ എന്നെ ഒരു ശത്രുവായിട്ട് കണക്കാക്കരുത്, മിത്രമായിട്ട് കരുതിയാ മതി. നിങ്ങളാരാ? പറയാം. അതിനു മുമ്പ് എനിക്ക് സംസാരിക്കാനുള്ളത് ആനന്ദിനെ കുറിച്ചാണ്. വല്യൂഞ്ഞിനെ കുറിച്ചോ? അതെ, കാണാതായ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ കുറിച്ച്. പറ, വല്യൂഞ്ഞിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. മനസ്സിലായല്ലോ? അനുജനോ അവിടെയുള്ള ഓപ്പോളമ്മയോ അറിയരുതെന്ന്. നിങ്ങളാരാ? ഞാൻ നാഗമടത്ത് ഗിരിരാജവർമ്മ. നിങ്ങളോ? അതെ, ഞാൻ പറഞ്ഞല്ലോ മോളെ, എന്റെ പേര് കേൾക്കുമ്പോൾ നിനക്ക് അപ്രിയമുണ്ടാവുമെന്ന്. ആനന്ദിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് മോളോട് പറയാനുണ്ട്. അമ്മയെ ധിക്കരിച്ച പുത്രനോട് ക്ഷമിക്കാനും അവരെ വെറുതെ വിടാനും അഖില തയ്യാറായിരുന്നില്ല. കുഞ്ഞെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് മോൾക്കൊരിക്കലും സഹിക്കാനോ താങ്ങാനോ ആവാത്ത കാര്യങ്ങളാണ്. പക്ഷേ സത്യം നീ മുൻകൂട്ടി അറിഞ്ഞേ പറ്റൂ. ആ സത്യത്തിന് മുന്നിൽ നീ തളർന്നു പോകരുത്. ആനന്ദിനെ ദുരഭിമാനം തലയ്ക്ക് പിടിച്ച് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെ കൊന്നതാ. വെറുതെ പറയുന്നല്ല. ഈ രാത്രിയിൽ ഔട്ട് ഹൗസിന്റെ മുറ്റത്ത് വന്ന് കാത്തുനിന്ന് തൃച്ചംബരത്തെ വെറും ബാല്യക്കാരിയായ ഒരു പെണ്ണിനോട് രാജഭരണമുണ്ടായിരുന്നുവെങ്കിൽ നാടുവാഴേണ്ടിയിരുന്ന ഈ ഗിരിരാജവർമ്മ ഇത് പറയണമെങ്കിലേ അതിന് വ്യക്തമായ തെളിവുകളുള്ളതുകൊണ്ട് തന്നെയാണ്. കുഞ്ഞു കൈയെടുത്ത് തൊഴുന്ന അഖിലാണ്ടേശ്വരി എന്ന ദേവിയുടെ ഭദ്രകാളി രൂപം കുഞ്ഞു കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്നും ഡിവൈഎസ്പി തൃച്ചംബരത്ത് വന്നിരുന്നു. വെറും കൈയോടല്ല,
ആനന്ദിന്റെ പേഴ്സും മൊബൈലും കണ്ടെടുത്തിട്ടുള്ള വരവായിരുന്നു. അതെ, മരണക്കയമൊരുക്കി കുത്തിയൊഴുകുന്ന പുത്തനാറിന്റെ കരയിൽ നിന്നും കണ്ടെടുത്ത ആനന്ദിന്റെ പേഴ്സും മൊബൈലുമായി ആനന്ദ് ഏതായാലും ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ ബോഡി ഇതിനകം കരക്കടിഞ്ഞേനെ. അപ്പോ പിന്നെ കല്ലിക്കെട്ടി താഴ്ത്തിയതാവും. അതാര്? അതുപോലെ എനിക്കെന്റെ വല്യൂഞ്ഞിനെ നഷ്ടപ്പെട്ട ഞാൻ വരും ഇടിമിന്നൽ വേഗത്തിൽ. നിങ്ങൾ പടുത്തുയർത്തിയ ദുരഭിമാനക്കോട്ട ചുട്ടിരിക്കാൻ. ഇത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളുടെ വാക്കാ. പാലിക്കപ്പെടുന്ന വാക്ക്, പാലിക്കപ്പെടുന്ന വാക്ക്. കൊള്ളാം പ്രിയങ്കെ. ഗിരിരാജവർമ്മ എന്ന സിംഹം കല്യാണിയുടെ മുന്നിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് വിശ്വസിക്കുന്നുള്ളത് 100% ഉറപ്പാ. അത് മാത്രമല്ല ആന്റി, അത് കേട്ടുകഴിഞ്ഞ് കല്യാണി അഖിലയ്ക്ക് നേരെ നേർക്ക് നേർ പാഞ്ഞിട്ടുണ്ടാവും. നാളെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പോകുന്ന അഖിലയ്ക്ക്, അവിടെ നിന്നും ശാരീരിക പീഡനം ഏറ്റുവാങ്ങാൻ പോകുന്ന അഖിലാണ്ടേശ്വരിക്ക് കല്യാണിയുടെ വക മാനസിക പീഡനം കൂടി. എന്ത് വിധിയാ ശ്രീയേട്ട ഇത്? ഇതിന് വിധിയെന്ന് വിളിക്കാൻ പാടുണ്ടോ പ്രിയങ്ക? ഒരു തരത്തിൽ ചതിയല്ലേ ഇത്? നമ്മൾ ഒരുക്കിയ ചതിക്കുഴി. തൃച്ചംബരത്തെ തണൽ വൃക്ഷം കടപുഴകിയാൽ മാത്രം പോരാ, തൊടിയിലെ ഈ ചെമ്പരത്തി കൂടി കരിഞ്ഞുണങ്ങണം. എന്നാലേ എന്റെ മനസ്സിലെ കനലൊന്നടങ്ങും. അല്ല, നീ എന്താ രാവിലെ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിൽ പോയോ? ഇന്നൊരു സ്പെഷ്യൽ പൂജ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ പൂജയോ? ഇന്ന് വല്ല പ്രത്യേകതയുണ്ടോ? ഇന്നല്ലേ? ഇന്നല്ലേ? എന്താ നീ നിർത്തിക്കളഞ്ഞത്? അത് ഇന്ന് അമാവാസിയാ. അമാവാസിക്ക് എന്താ സ്പെഷ്യൽ പൂജ? അത് പിന്നെ അമാവാസിക്ക് പൂർണ്ണചന്ദ്രന്റെ പ്രീതി കിട്ടാനുള്ള പൂജയാ. അമാവാസിക്ക് പൂർണ്ണചന്ദ്രൻ. ഹലോ പ്രിയങ്കയാ, തൊലഞ്ഞു. ഹലോ, ഇത് സഹദേവൻ അങ്കിളിന്റെ ശബ്ദമാണല്ലോ. കേൾക്കാമോ? ഇതെപ്പോ അവതരിച്ചു? ഇന്നലെ രാത്രി അവതരിച്ചതേ ആന്റിയുടെ ഭർത്താവായിട്ടല്ല, ആന്റിയുടെ കാലം. ഹലോ, ആരാടി പ്രിയങ്ക? അതങ്കിലെ നമ്മുടെ ചോദിച്ചത് കേട്ടില്ലേ? ആരാണ് ഈ പ്രിയങ്ക? അതെ, ബ്യൂട്ടി പാർലർ നടത്തുന്ന പ്രിയങ്കയാ. എന്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ വിളിച്ച് ചോദിച്ചിട്ടേ വരാവൂന്ന് പറഞ്ഞിരുന്നേ, അതാ വിളിച്ചേ. ശരിയാ.
ബ്യൂട്ടി പാർലർ നടത്തുന്ന പ്രിയങ്ക. പിന്നെന്തിനാ അവള് മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തത്? ശരി, ഞാനേ അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, അങ്ങനെ ആന്റിയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അയ്യോ, ആന്റി പോലീസ് എത്തി. പോലീസ് എത്തിയെന്നോ? നീ അവരെ പ്രതീക്ഷിച്ച പോലെ ഉണ്ടല്ലോ. അയ്യോ ഇല്ല. ആന്റി വേഗം നമ്പർ ഡിലീറ്റ് പോ. സർ, ഇന്ന് തൃശ്ശംബരത്തെ അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ അറസ്റ്റ് ഉണ്ടാവൂ സർ? അല്ലാതെ സർക്കാർ ചെലവിൽ വരുന്നുണ്ടെന്നല്ലോ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സർ, അപ്പോ അറസ്റ്റ് ഉറപ്പ് തന്നെയാണ് എന്നല്ലേ സർ? ഇതിപ്പോ ലൈവ് ഒന്നും അല്ലല്ലോ അല്ലേ? അല്ല സർ. നിങ്ങൾ മീഡിയക്കാര് ഇത്രയും പേരെ ഉള്ളോ കേരളത്തില്? ഇല്ല സർ, അവരെല്ലാം വന്നോണ്ടിരിക്കുക. സർ, പുത്തനാറിന്ന് കണ്ടെടുത്ത അസ്ഥികൂടം കാണാതായി പോയ വ്യവസായ പ്രമുഖൻ ആനന്ദകൃഷ്ണന്റെ തന്നെയാണെന്ന് ഉറപ്പിച്ചോ? കാണാൻ പോകുന്ന പൂരം കണ്ടറിഞ്ഞ പോരെ. ഏതായാലും നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരുന്നത് ലൈവ് തന്നെ ആയിരിക്കണം, എല്ലാ ചാനലുകളിലും. ഷുവർ സർ. സർ, അഖിലേന്റേശ്വരി അല്ലാതെ മറ്റേതെങ്കിലും കൂട്ടുപ്രതികൾ? ഇൻസ്പെക്ടർ. സർ, മതി മതി മതി. പറയാനുള്ളതൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബാക്കി ചോദ്യങ്ങളൊക്കെ ഇനി തിരിച്ചു വരുമ്പോ മാറിക, മാറുക മാറിക. ബഹുമാനപ്പെട്ട അഖിലാണ്ടേശ്വരി മാഡം ഇതുപോലൊരു ഇണ്ടാസ് കാണിച്ചെന്നെ മടക്കി അയച്ചില്ലേ? ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ, മുൻകൂർ ജാമ്യം. ആ മുൻകൂർ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള കോർട്ട് ഓർഡറായത്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഈ പ്രമുഖയെ അറസ്റ്റ് ചെയ്യാനുള്ള കോടതിയുടെ അനുമതി. നന്നായിട്ടൊന്ന് വായിച്ചു പഠിക്കും മാഡം. സംശയമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കും കൂടി വായിച്ചു പഠിക്കാം. എനിക്ക് എന്താ ഞങ്ങളുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൊന്നതും കരിച്ചതും മുക്കിയതും പടിപടിയായിട്ട് ഇങ്ങോട്ട് വന്നോളും. ഈ പോലീസിന് മൂന്നാം മുറയൊക്കെ ഇല്ലെന്ന് പറയുന്നത് വെറുതെയാ. തെളിയാത്ത കുറ്റം തെളിയിക്കാൻ ഞങ്ങൾ ചിലപ്പോഴൊക്കെ അതൊക്കെ എടുത്തിട്ട് പയറ്റും. അയ്യോ സാർ, എന്റെ ചേച്ചിയെ കൊണ്ടുപോകരുത്. ചേച്ചി ഒരിക്കലും ഞങ്ങളുടെ ആനന്ദിനെ കൊണ്ട് പുത്തനാറിൽ കെട്ടി താഴ്ത്തില്ല സാർ. വിലാസിനി, എന്താണോ സർ? ഇനി പ്രത്യേകം പറയണോ? അറസ്റ്റ് ചെയ്യടോ. സിനി, അണിയാനുള്ള ആഭരണം ഇല്ലേ കയ്യിൽ? ഉണ്ട് സർ. മിസ്റ്റർ ഡിവൈഎസ്പി, ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. യു ഷട്ട് അപ്പ്. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ചേട്ടത്തിയുടെ കൂട്ടുപ്രതിയാക്കി എടുത്ത അകത്തിടും ഞാൻ. എന്നിട്ട് നിങ്ങൾ ഏത് കേസ് ചാർജ് ചെയ്യും എന്റെ പേരിൽ? തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണനെ ദുരഭിമാനത്തിന്റെ പേരിൽ
കൊല ചെയ്ത രണ്ടാം പ്രതി. ഇനി സാറിന് സെക്ഷൻ കൂടി പറഞ്ഞുതരാം. കൊലപാതകം IPC 302. കൊള്ളാം. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണനെ കൊന്നതിലെ രണ്ടാം പ്രതി. എന്താ സംശയമുണ്ടോ? സംശയോ? ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് ഞാൻ എന്തിനു സംശയിക്കണം? അപ്പോ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ കൊല്ലപ്പെട്ടെന്ന് നിങ്ങൾ അങ്ങ് ഉറപ്പിച്ചു? നോ ഡൗട്ട്, ഇറ്റ്സ് എ ക്ലിയർ മർഡർ. നോ മിസ്റ്റർ DOSP, യു ആർ റോങ്. ആബ്സല്യൂട്ട്ലി റോങ്. ജീവനോടെയുള്ളയാൾ കൊല്ലപ്പെട്ടുവെന്ന് കള്ളക്കേസ് ചമച്ച നിങ്ങളാണ് യഥാർത്ഥ കുറ്റവാളി. വാട്ട് യു മീൻ? എക്സാക്ട്ലി വാട്ട് ഐ സെഡ്. ആനന്ദ്, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ. ഇറങ്ങി വാ, ഇറങ്ങി വാ. സഹദേവ, എന്ത് സദുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തതെങ്കിലും ഇത് കടന്ന കൈയായിപ്പോയി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഇതല്പം കടന്നുപോയെന്ന്. ആനന്ദ് കാര്യങ്ങളൊക്കെ പറയും. അപ്പോ ഏട്ടന്റെ ഈ പരാതികളൊക്കെ മാറും. ഞാൻ ഇന്ന് തന്നെ ദുബായിലേക്ക് മടങ്ങും. എന്നാലും മോനെ, കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഹൃദയമല്ലടാ എനിക്ക്. പെട്ടെന്ന് തൃച്ചംബരത്തിന്റെ ഭരണം കിട്ടുമെന്ന് മോഹിച്ചു പോയ വിലാസിനി ആന്റിക്ക് ആനന്ദിന്റെ തിരിച്ചുവരവ് ഒരു ഷോക്കായി അല്ലേ? അമ്മയും മകനും തീർന്നു കിട്ടിയാലേ തൃച്ചംബരത്ത് ഭരണം പിടിക്കാൻ പറ്റൂ. അതിന് ആനന്ദ് അവസാനിക്കണമായിരുന്നു. ആന്റി, ലോകത്തൊരിടത്തും ഒരു ഭരണാധികാരിക്കും വെറുതെ കിട്ടിയതല്ല രാജ്യവും അധികാരങ്ങളും ഒക്കെ. സ്വപ്നം കണ്ടവർ അവരവരുടെ ബുദ്ധിയും ശക്തിയും കൊണ്ട്, കായിക ബലവും കൊണ്ട് വെട്ടിപ്പിടിച്ചത് അധികാരം. ചത്തൊടുങ്ങാത്തതുകൊണ്ടായിരിക്കും തൃച്ചംബരത്തിന്റെ അധികാരം ആന്റിയുടെ കൈകളിലേക്ക് വന്നെത്താൻ ഒരു കാലതാമസം. പക്ഷേ ആ സമയം അടുത്തെത്താറായി. 3 ദിവസത്തിനകം അഖില വീഴും. ഏത് ഗരുഡ വ്യൂഹത്തെയും തകർത്ത് നാഗമടത്തെ അഗ്നിസർപ്പങ്ങളുടെ പിൻബലത്തോടുകൂടി തൃച്ചംബരത്ത് വിലാസിനിയുടെ പട്ടാഭിഷേകം നടക്കും. ധൈര്യമായിട്ട് പൊയ്ക്കോ. ആന്റി, ഇനി 2-3 ദിവസം അഖിലയ്ക്ക് മുടങ്ങാതെ സ്ലോ പോയിസൺ കൊടുക്കുമ്പോ ആന്റിയുടെ സിംഹാസനത്തിലേക്കുള്ള വഴി തെളിയും. ആന്റി ധൈര്യമായിട്ട് പൊയ്ക്കോ. സിംഹാസനത്തിലിരിക്കും, ഒരു നോക്കുകുത്തിയ പോലെ. അത് കഴിയുമ്പോ കൊട്ടാരത്തിന്റെ തൂണുകൾ ഇളകി
ഒന്നാകെ വീണൊടുങ്ങും തൃച്ചംബരം. ചായ. അതെ, നിന്റെ ഈ ചായ കുടി കാരണ ഈ തടി ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഓ പിന്നെ ഒരു ചായ കുടിച്ച തടിയൊന്നും കൂടത്തില്ല ചേച്ചി. ചേച്ചി വലിയ ഒരു സ്കൂട്ടർ കണ്ടില്ലല്ലോ, അത് കാണുമ്പോ ഒന്ന് ഞെട്ടും. എന്താണൊരു ആംഗ്യഭാഷ? ചേച്ചി അനിയനും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സന്തോഷത്തിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് വല്യഞ്ഞ്. അതെന്താ നീ ഇങ്ങോട്ടാ ഒന്ന് രണ്ട് കാര്യങ്ങള്? എന്താ കല്യാണി? അത് ഒന്നാമത്തെ കാര്യം വല്യഞ്ഞ് തിരിച്ചു വന്നില്ലേ, അതാ. രണ്ടാമത്തെ കാര്യം അതൊരു സർപ്രൈസാ വല്യഞ്ഞ്. സർപ്രൈസോ? വല്യഞ്ഞ് വാ. വാ അനികൂട്ട, ചേച്ചിയും വാ. അനികൂട്ട, കാര്യം എന്താണെന്ന് പറ. ആദ്യം വല്യഞ്ഞ് കണ്ണടക്കി. കണ്ണടയ്ക്കാനോ? അടക്കി. വാ. അനികൂട്ട, നീ ഇത് എവിടേക്കാ കൊണ്ടുപോകുന്നേ? ഇവിടെ ഒരു കൈവരി ഉണ്ടായിരുന്നല്ലോ. എവിടേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നേ? ഇനി കണ്ണു തുറന്നു നോക്ക് വല്യഞ്ഞ്.